എന്തെങ്കിലും നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. നാവികസേന ഒരു 9-9:30 കൂടിയിട്ട് അവിടെ എത്തിയിട്ട് റഡാർ മാതിരിയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് തെരച്ചിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടിയ വാർത്ത. അവരിന്നലെ ഉന്നതതല യോഗമൊക്കെ വിളിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനൊരു തെരച്ചിലിലേക്ക് ഇപ്പം ആക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം തൃപ്ത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എൻഡ് റിസൾട്ട്, അതായത് എന്താണ് ആ ലോറിയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. അവിടെ ഒഴുക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് കണ്ട ഗംഗാവലിയല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും മൺകൂനകളും കാര്യങ്ങളൊക്കെ വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഇപ്പം എന്തെങ്കിലും കിട്ടിയാലേ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു പക്ഷേ മഴ കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇപ്പം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ട്. കുറച്ച് നല്ല രീതിയിലുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടിയൊഴുക്കിനെ തുടർന്നായിരുന്നു ഈ തിരച്ചിലിനൊരു ഇത് വന്നത്. ഏതായാലും ഇപ്പം അതൊക്കെ പരിശോധനയിൽ എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ. കാണാം. യെസ്, അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോഴും ആ തിരച്ചിൽ പ്രതീക്ഷയുണ്ട് എന്ന് കുടുംബം പറയുകയാണ്. എന്തായാലും തിരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടെ പോകാം. ഷഫീഖ് നസ്രുള്ളയുണ്ട് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ആ തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ അത് പ്രായോഗികമാണോ? ഇന്നിപ്പോൾ സോണാർ പരിശോധന മാത്രമാണോ നടക്കുക? നാവികസേനയുടെ ഉദ്യോഗസ്ഥർ 9:30 മണിയോടുകൂടി ഈ അപകടം നടന്ന സ്ഥലത്തെത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9:30 അവരെത്തിയാൽ സോണാർ പരിശോധനയായിരിക്കും ആദ്യം നടത്തുക. അതിൽ ലോറി എവിടെയാണ് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു ലൊക്കേഷൻ അവർക്ക് ലഭ്യമാവേണ്ടതുണ്ട്. നേരത്തെ സോണാർ പരിശോധന ലഭിച്ചിരുന്നു. ഒരു വലിയ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അവിടെ ഈ ലോറിയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ചിത്രം അവർക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ് സോണാർ പരിശോധന നാവികസേന നടത്തുന്നത്. അതിനായി 9:30 നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഈ അപകടം നടന്ന സ്ഥലത്തെത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലനിരപ്പും നന്നായി കുറഞ്ഞു. പക്ഷേ 3.5 നോട്ട് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് അവരുടെ സേവനം പ്രയോജനപ്പെടുത്താനാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിയൊഴുക്ക് എത്രയുണ്ട് എന്നത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ മുകൾ ഭാഗത്ത് ഒഴുക്ക് കുറഞ്ഞതായിട്ട് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ 5 നോട്ടിനേക്കാൾ താഴ്ന്നിട്ടുണ്ടോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ 11 മണിയോടുകൂടി അതിലൊരു തീരുമാനമുണ്ടാവും എന്നാണ് ഇപ്പോൾ നാവികസേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 11 മണിയോടുകൂടി പുഴയിൽ ഇറങ്ങാനാകുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്താനാകും. ഇപ്പോൾ ഒഴുക്ക് 3.5 നോട്ടിന് താഴെയാണെങ്കിൽ മാത്രമേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ മുങ്ങി പരിശോധന നടത്താൻ. പക്ഷെ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 4 ദിവസമായി ഈ ഭാഗത്ത് മഴ പെയ്യുന്നില്ല. അടുത്ത ദിവസങ്ങളിലും മഴയുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. ഇതിന്റെ പ്രദേശങ്ങളിലും മഴയില്ലാത്തത് കൊണ്ട് ഈ നീരൊഴുക്ക് കുറഞ്ഞത് കാരണം ഒഴുക്ക് കുറഞ്ഞു. അതോടൊപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ നദിയിലുള്ളത്. അതും ഈ തെരച്ചിലിന് അനുകൂലമായൊരു സാഹചര്യം.